പിന്നെ ബയോളജിന്റെ കേസിൽ ഇപ്പൊ ഫിസിക്സ് കെമിസ്ട്രി ഓക്കെ, ബയോളജിന്റെ കേസിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. പിന്നീട് എക്സാമിന്റെ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു 10-15 പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മടിയായിരിക്കും പഠിക്കാൻ. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ പഠിപ്പിക്കാൻ വന്ന ഒരു സാറ് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. നിങ്ങൾ കുറച്ച് കളറൊക്കെ പഠിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റാങ്ക് കിട്ടുന്നില്ല, ഒന്നും അങ്ങോട്ട് പറ്റുന്നുള്ള ഒരു ഡൗട്ടാണ് ചേച്ചി. എനിക്ക് +2 ഇത്ര മാർക്കേ ഉള്ളൂ, ഇത്ര പെർസെന്റേജേ ഉള്ളൂ, അപ്പൊ എനിക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റുമോ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. നമുക്കൊരു പേപ്പർ രണ്ടായിട്ട് മടക്കാൻ പറ്റുമല്ലോ. രണ്ടായിട്ട് മടക്കിയിട്ട് ഓരോ ഭാഗത്ത് വെച്ചിട്ട് എഴുതുമ്പോഴത്തേക്ക് നമുക്ക്. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് പേര് വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി നമ്മൾ ബ്രില്യന്റിൽ പോയാൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു ടൈം ടേബിൾ പറഞ്ഞുതരും, അല്ലെങ്കിൽ നമ്മൾ എത്ര മണിക്കൂർ പഠിക്കണം, പിന്നെ അവിടെ പോയാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഒക്കെ എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബ്രില്യന്റിൽ പോയാൽ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അവിടെ ചെന്നാൽ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ +2 വരെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്, നമ്മൾ തിയറി പഠിക്കുന്നു, എക്സാം എഴുതുന്നു, നമ്മൾ എഴുത്ത് പരീക്ഷയാണ് അല്ലെ. പക്ഷെ നമ്മൾ നീറ്റിലോട്ട് വരുമ്പോൾ എന്താ, നീറ്റ് എന്ന് പറയുന്ന ഒരു MCQ ടൈപ്പ് ആണ്. MCQ മീൻസ് നമ്മൾ ഇന്നൊരു ഒരു ക്വസ്റ്റ്യൻ കാണും, കുറെ ഓപ്ഷൻസ് കാണും, നമ്മൾ അതിന് ആ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ +2 വരെയുള്ള പഠിത്തത്തിൽ നിന്ന് പെട്ടെന്ന് നീറ്റിലോട്ട് വരുമ്പോൾ പലർക്കും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ട് നമുക്ക് അങ്ങോട്ടൊരു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള കാര്യം. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും അവിടെ ചെന്നപ്പോൾ നേരിടേണ്ടി വന്ന ഒരു പ്രശ്നം അത് തന്നെയാണ്. കാരണം നമ്മൾ +2 വരെ പഠിക്കുന്ന പോലെ അല്ല നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് പലർക്കും അത് അവിടെ ചെന്നിട്ട് മനസ്സിലാവും. കാരണം ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം എടുക്കും. ചിലർക്ക് അത് 1-2 ആഴ്ച ആയിരിക്കും, പക്ഷെ ചിലർക്ക് അത് 3-4 മാസം ഒക്കെ അങ്ങ് എടുക്കും. കാരണം അത്രയും അങ്ങ് ടൈം അത്രയും അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നേ അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം എങ്ങനെയാണ് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ബ്രില്യന്റിലെ ക്ലാസ് എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 8 മണി മുതൽ വൈകിട്ട് ഒരു 4 മണി വരെ ആയിരിക്കും നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, രാവിലെ തന്നെ നിങ്ങൾ ഉറക്കം എണീക്കാൻ ശ്രമിക്കുക. അപ്പൊ രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം എന്താ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്, നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ടൈമാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം പറ്റുന്നവരെ, എല്ലാവർക്കും രാവിലെ എണീക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ നിങ്ങൾ പറ്റുന്നവർ എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഒരു 5 മണി ആ ഒരു ടൈമിലൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് നല്ലതാണ്. 5 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 5:30 മുതൽ ഒരു 6:30-7 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുക. പിന്നെ നമുക്ക് ഒരു 7 മണി മുതൽ നമുക്ക് 8 മണി വരെ നമുക്ക് ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തന്നെ ക്ലാസ്സിൽ 8 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകണം. അപ്പോൾ ആ ഒരു സമയം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫുഡൊക്കെ കഴിച്ചിട്ട് ക്ലാസ്സിൽ പോവാം. ക്ലാസ്സിലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ആയിരിക്കും ക്ലാസ്. ഒരു ചാപ്റ്റർ എടുക്കുന്ന ഒരു സാറായിരിക്കും. ആ സാറിനെ നമ്മൾ ആ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ കാണണമെന്നില്ല. കാരണം ആ സാർ ആ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതായിരിക്കും. എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ നോട്ട്ബുക്ക് കൊണ്ടാണ് അവിടെ പോകുന്നത് നോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ അത് മനസ്സിലാവുന്നത്. കാരണം നമ്മളിപ്പോൾ നോട്ട്ബുക്ക് എഴുതി അടുത്ത ഒരു സാറ് വരുമ്പോൾ ഫിസിക്സിൽ ഇപ്പോൾ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ഹെഡിങ് കൊടുത്ത് നമ്മൾ ആ നോട്ട് എഴുതും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് പകുതി ക്ലാസ് എടുത്തിട്ട് സാറങ്ങ് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് സ്ഥലം വിട്ടിട്ട് അടുത്ത ചാപ്റ്റർ കൊടുക്കും, ഹെഡിങ് കൊടുക്കും. അടുത്തപ്പോൾ ചിലപ്പം ഫിസിക്സിന്റെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ആയിരിക്കും. അപ്പൊ നമ്മൾ ഹെഡിങ് കുറച്ച് സ്ഥലം വിട്ടിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഹെഡിങ് കൊടുത്ത് അടുത്ത ചാപ്റ്റർ എഴുതും. പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഇപ്പൊ നമ്മൾ സ്ഥലം വിട്ട് എഴുതി നമുക്കത് അവസാനം എല്ലാം കൂടി ഒരു കോളാവും. അപ്പൊ നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നിങ്ങൾ പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒരു ബണ്ടിൽ A4 ഷീറ്റും കൊണ്ട് വേണം പോവാൻ. കാരണം നമ്മളിപ്പോൾ ബയോളജി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാം എന്ത് ചെയ്യണം, A4 പേപ്പറിൽ തന്നെ നോട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ട്, ഒരു സാറ് വന്നൊരു ചാപ്റ്റർ പഠിപ്പിച്ച് കുറച്ച് നോട്ട്സ് വന്നിട്ട് സാറ് പോയിട്ട് സാറ് ചിലപ്പോൾ പിറ്റേന്നായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി നോട്ട്സ് എന്ത് ചെയ്യാം, A4 എഴുതിയിട്ട് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ 3 ഫയലും കൂടി എടുത്ത് വെച്ചേക്കണം. കാരണം 3 സബ്ജക്റ്റിന് 3 ഫയൽ എടുത്ത് വെച്ചേക്കണം. അപ്പൊ ഓരോ സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമ്പോൾ ആ നോട്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫയലിലായിട്ട് നമുക്ക് സെപ്പറേറ്റ് 3 ഫയലിലായിട്ട് നമുക്ക് അതിനെ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എളുപ്പമുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം കുറെ നോട്ട്സ് ആവും. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എടുക്കാൻ. പിന്നെ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ എടുക്കും. നിങ്ങൾ ഒരിക്കലും ലെക്ചർ നോട്ട് എഴുതുന്ന പോലെ അല്ല എഴുതുന്നത്. അവർ തന്നെ ക്ലാസ് എടുത്തിട്ട് എന്ത് ചെയ്യും, അവർ തന്നെ നോട്ട്സ് പറഞ്ഞു തരും. സമയം എടുത്ത് നോട്ട്സ് പറഞ്ഞു എന്നാണ് നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ അവർ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഇരുന്ന് എഴുതേണ്ട ആവശ്യമില്ല. അവർ എന്ത് ചെയ്യും, ക്ലാസ് എടുത്തിട്ട് അവർ തന്നെ നോട്ട്സ് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എഴുതാനുള്ള ടൈമൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നല്ല രീതിയിൽ നീറ്റായിട്ട് നോട്ട്സ് എഴുതുക എന്നുള്ളതാണ്. കാരണം നമുക്ക് തന്നെ അത് പിന്നീട് പഠിക്കാൻ തോന്നണമല്ലോ. പിന്നീട് നമ്മൾ ഹോസ്റ്റലിൽ പോയിട്ട് നോട്ട്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മളിപ്പം ഒരുമാതിരി വലിച്ചു വാരിയാണ് എഴുതിയിരിക്കുന്നെങ്കിൽ നമുക്ക് തന്നെ ഒരു മടിയായിരിക്കും, വായിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും.
ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് എഴുതുക. നിങ്ങൾ കളർ പെന്നൊക്കെ കൊണ്ടുപോകുക. കളർ പെന്നൊക്കെ കൊണ്ടുപോയിട്ട് ഹെഡിങ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കളർ പെന്നിൽ എഴുതി അണ്ടർലൈൻ ചെയ്തൊക്കെ വേണം എഴുതാൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് വേണം നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പേപ്പർ കുറച്ച് എഴുതുക. ഒരു ചാപ്റ്റർ ഒരു 4-5 ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ നോട്ട്സ് ഒരു 10 പേപ്പറിൽ എഴുതാതെ മിനിമം ഒരു 5 പേപ്പറിലെങ്കിലും ചുരുക്കി എഴുതുക. മീൻസ് നമുക്കൊരു പേപ്പർ 2ആയിട്ട് മടക്കാൻ പറ്റുമല്ലോ. 2ആയിട്ട് മടക്കിയിട്ട് ഓരോ ഭാഗത്ത് വെച്ചിട്ട് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം എന്തെങ്കിലും പേപ്പർ ലാഭിക്കാൻ പറ്റും. പേപ്പർ ലാഭിക്കുക എന്നുള്ളതല്ല, നമുക്ക് മാക്സിമം ആ ഒരു ചാപ്റ്റർ കുറച്ച് പേപ്പറിൽ ഒതുക്കാൻ പറ്റും. കാരണം പിന്നീട് എക്സാമിന്റെ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഒരു 10-15 പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മടിയായിരിക്കും പഠിക്കാൻ. അപ്പം നമ്മൾ മാക്സിമം തന്നെ പേപ്പറിന്റെ എണ്ണം കുറച്ച് വേണം നമ്മൾ നോട്ട് എഴുതാൻ. ഒരുപാട് സ്പേസ് ഒന്നും വിട്ട് എഴുതാതെ മാക്സിമം ആ സ്ഥലം പേപ്പറിന്റെ സ്പേസ് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് നല്ല നീറ്റായിട്ട് നമ്മൾ നല്ല രീതിയിൽ കളറൊക്കെ കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ സമയം കിട്ടുമോ? നമുക്ക് സമയം കിട്ടും. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നോർമൽ പെൻ എഴുതുന്ന പോലെ തന്നെ കളർ പെൻ എടുത്ത് ഹെഡിങ് കൊടുത്ത് അണ്ടർലൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാൻ വളരെ നീറ്റായിട്ട് നല്ല വൃത്തിക്ക് വേണം നോട്ട് എഴുതാൻ. നമ്മൾ പഠിപ്പിക്കാൻ വന്നൊരു സാറ് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. നിങ്ങൾ കുറച്ച് കളറൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം തോന്നും. അപ്പോൾ നിങ്ങൾ A4 ഷീറ്റിൽ വേണം നോട്ട്സ് എഴുതാൻ. മാക്സിമം എണ്ണം നോട്ട്സിന്റെ എണ്ണം എന്ത് ചെയ്യുക, കുറച്ച് പേപ്പർ യൂസ് ചെയ്തിട്ട് മാക്സിമം സ്പേസ് യൂസ് ആക്കി മാക്സിമം നമ്പർ ഓഫ് പേപ്പേഴ്സ് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യുക, കളർ പെന്നൊക്കെ യൂസ് ചെയ്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് വേണം നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മാക്സിമം അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. കാരണം അവർ ബേസ് തൊട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. നല്ല രീതിയിൽ അവർ എന്നെ മനസ്സിലാക്കി പഠിപ്പിക്കും. പഠിപ്പിച്ചതിന് ശേഷം അവർ തരുന്ന 3 മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 3 മെറ്റീരിയൽ ഉണ്ട്. അതിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ പാറ്റേൺ ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് പഠിച്ചാൽ തന്നെ കുറെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് കിട്ടും. എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പലരും ചോദിച്ചു ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ എല്ലാം ചെയ്യാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് ഇതേപോലത്തെ വേറൊരു ടൈപ്പ് വന്നാൽ നമുക്ക് ഇങ്ങനെയാണ് മറ്റേ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ആണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പൊ ഇത് മാത്രം പഠിച്ചുകൊന്നും പറ്റി നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ കൂടുതൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ചെയ്ത് പഠിക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു എന്ത് ചെയ്യും, നമ്മൾ ഇത് പഠിച്ചതിന്റെ ഒരു ഉപയോഗം നമുക്ക് അപ്പോഴേ കിട്ടത്തുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾ നോക്കി ചെയ്യുക, രണ്ടാമത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വേറെ ക്വസ്റ്റ്യൻസ് ഒരുപാട് മെറ്റീരിയൽസ് തരും. ഈ ഒരു 3 മെറ്റീരിയൽ അല്ല, അല്ലാതെ തന്നെ കുറെ മെറ്റീരിയൽസ് അവിടെ നിന്ന് തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ബാക്കി മെറ്റീരിയൽസ് എന്നുള്ള അഡീഷണൽ ആയിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്രത്തോളം സമയം കിട്ടുന്നു അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ നമ്മൾ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് കഴിയും. അത് കഴിഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ ഒരു 4:15-4:30 ആകുമ്പോൾ ഹോസ്റ്റലിൽ എത്തും. പിന്നെ നമ്മൾ എന്താ ചായയൊക്കെ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അധികം നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ്ട. കാരണം നമ്മളെ പോലെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് എന്ത് ചെയ്യും, 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന പലരും ഉണ്ട്. ഒരു 4:30-ക്കൊക്കെ എത്തിയാൽ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒരു 5:30-6 6 മണിക്കെങ്കിലും നിങ്ങൾ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. 6 മണി മുതൽ ഒരു 7 മണി വരെയൊക്കെ പഠിക്കാൻ. നമ്മുടെ ടൈം അങ്ങനെയായിരുന്നു. കാരണം നമുക്ക് 7 മണിക്ക് ഫോൺ തരുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ഒരു അരമണിക്കൂർ ഫോൺ വിളിക്കാൻ തരും. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് 7:30 മുതൽ. അപ്പം അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു 8 മണി മുതൽ അടുത്ത സെക്ഷൻ വീണ്ടും പഠിക്കാനിരിക്കും. 8 മണി മുതൽ ഒരു 11-11:30 വരെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മളിരുന്ന് പഠിക്കും. അതിനുശേഷം നമ്മൾ ഒരു 6 മണിക്കൂർ ഫസ്റ്റായിട്ട് ഉറങ്ങണം. അപ്പം നമ്മളൊരു 11:30-ക്ക് കിടന്നാൽ രാവിലെ ഒരു 5:30 മണി ആ ഒരു ടൈമിൽ എഴുന്നേൽക്കുന്ന രീതിയിൽ 6 മണിക്കൂർ കറക്റ്റ് ഉറക്കം ഉറപ്പാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ കിടക്കാൻ. ചിലർ എന്ത് ചെയ്യും, ലേറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം നമ്മളെ കൂടെ ഉള്ളവർ ഇത്രയും നേരം ഇരുന്ന് പഠിക്കുന്നല്ലോ, അപ്പോൾ എനിക്കും അത്രയും നേരം ഇരുന്ന് പഠിക്കാം, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. മറ്റുള്ളവർ എത്ര മണിക്കൂർ പഠിക്കുന്നു, അവരെപ്പോൾ കിടക്കുന്നു, അവരെപ്പോൾ എണീക്കുന്നു, അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ കൂടെ ചെയ്യത്തുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം മാത്രം, നിങ്ങൾ ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, ഇത്ര മണിക്ക് കിടക്കുന്നു എന്നുള്ള ഒരു ടൈമിങ് നിങ്ങൾ അവിടെ പോയ 1ാമത്തെ ദിവസം മുതൽ അവിടെ നിന്ന് ഇറങ്ങുന്ന വരെ ആ ഒരു അത്രയും ദിവസം നിങ്ങൾ ആ ഒരു വർഷം മുഴുവൻ ആ ഒരു എന്താണ് ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്യുക. കൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം കിടക്കുന്ന സമയമൊക്കെ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 6 മണിക്കൊക്കെ നമ്മൾ അടുത്ത സ്റ്റഡി സെക്ഷൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു പ്ലാൻ വേണം. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ എത്ര സമയം കൊണ്ട് കവർ ചെയ്യുന്നുള്ളത്. എപ്പോഴും ടൈമിംഗ് ഇമ്പോർട്ടൻ്റ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ടൈമിംഗ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ അങ്ങ് ഇരുന്ന് പഠിച്ചാൽ ഒന്നും ആവത്തില്ല. നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കും എന്നുള്ള മൈൻഡിൽ സെറ്റ് ആക്കിയതിന് ശേഷം വേണം പഠിച്ച് തുടങ്ങാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾ പോണത് അറിയത്തേ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ചെറിയ നോട്ട് പാഡ് എടുക്കണം. നിങ്ങൾ ആ ഒരു നോട്ട് പാഡിൽ അന്ന് പഠിപ്പിച്ച ഏതൊക്കെ സബ്ജക്ട് ഏതൊക്കെ ചാപ്റ്റർ പഠിപ്പിച്ചെന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്ത് ചെയ്യുക, അന്ന് നിങ്ങൾ കവർ ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യുക
ചെയ്യാം, ടിക്കറ്റ് പോവുക. എന്നിട്ട് നിങ്ങൾ കവർ ചെയ്യാത്തത് നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക് കാണും. നമുക്ക് അന്നത്തെ ദിവസം തന്നെ എല്ലാം പഠിച്ചു തീർക്കാൻ പറ്റണമെന്നില്ല. കാരണം ഒരു ദിവസം നമുക്ക് അത്രയും ടോപ്പിക്കും കാര്യങ്ങളും പഠിപ്പിക്കും. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്നത് അന്ന് എന്ത് ചെയ്യുക, അന്ന് പഠിക്കാൻ ശ്രമിക്കുക. പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച അവധി ആയിരിക്കുമല്ലോ, അപ്പൊ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഞായറാഴ്ച പഠിക്കുക എന്നുള്ളതാണ്. എല്ലാ തിങ്കളാഴ്ച എന്തുണ്ട്, അവിടെ എക്സാമും കാര്യങ്ങളും ഉണ്ട്. 3 മണിക്കൂർ നീറ്റ് എക്സാം സെയിം പാറ്റേണിലായിരിക്കും നടത്തുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ആഴ്ച പഠിപ്പിച്ച ടോപ്പിക്കിൽ 1, 2, 3 ചാപ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് എക്സാം നടത്തുന്നത്. അതല്ലാതെയുള്ള പല ടോപ്പിക്കും നമുക്ക് ഈ ഒരാഴ്ച പഠിപ്പിക്കും. അപ്പൊ അതിൽ ഈ ഒരാഴ്ച പഠിപ്പിക്കുന്നതിൽ കുറച്ച് ഭാഗം മാത്രമേ എക്സാമിന് ചോദിക്കത്തുള്ളൂ. അപ്പൊ എന്ന് വിചാരിച്ച് നമ്മൾ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അന്നുള്ളത് അന്നു നമ്മൾ കവർ ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും അന്നുള്ള പഠിച്ചു പോവുകയാണെങ്കിൽ ഞായറാഴ്ച ആകുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ എക്സാമിന്റെ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, സമയം കിട്ടും ഞായറാഴ്ചകളിൽ. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. എല്ലാ എക്സാമിനും എന്ത് ചെയ്യും, നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പെർഫോം ചെയ്യുക. കാരണം നമുക്ക് ആദ്യമൊന്നും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മാർക്കും റാങ്കും ഒന്നും ആയിരിക്കത്തില്ല. നമ്മൾ നല്ല രീതിയിൽ ഡൗൺ ആയി പോകും. ഇപ്പൊ നമുക്ക് പലർക്കും ഫേസ് ചെയ്തൊരു പ്രശ്നമാണത്. എത്ര പഠിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള റാങ്ക് കിട്ടുന്നില്ല, ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല, പഠിച്ചിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ ഉള്ള തോന്നൽ എല്ലാവർക്കും വരുവാ. ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അടുത്ത 1, 2 എക്സാമിന് മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, എനിക്ക് നീറ്റ് ശരിയാവത്തില്ല, എനിക്ക് ഡോക്ടർ ആവണ്ടെന്നും പറഞ്ഞിട്ട് തിരിച്ചു വരാൻ നിന്നാ എന്താ, ഒന്നും നടക്കത്തില്ല. നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നതെന്നുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ എപ്പോഴും വേണം. നമ്മളിപ്പോൾ ആ ഒരു വൈറ്റ് കോട്ട് ടെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട കോളേജിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫിഗർ നിങ്ങൾ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കണം. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും മനസ്സിൽ മുന്നിൽ കണ്ടു വേണം അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് നാളെ ഒരു സമയത്ത് നമ്മുടെ പാരൻസിനെയൊക്കെ ആ ഒരു പ്രൗഡാക്കി നിർത്തണ്ടേ. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. നമ്മുടെ ലക്ഷ്യം അത്രയും സ്ട്രോങ് ആയിരിക്കണം. അല്ലാതെ വെറുതെ അവിടെ പോയി എല്ലാം നേടാന്ന് വിചാരിച്ച ഒന്നും നടക്കത്തില്ല. അപ്പൊ നമ്മൾ പല അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരും. നമ്മൾ എന്ത് ചെയ്യുക, അതൊക്കെ ഫേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം എഫോർട്ട് ഇട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ശ്രമിക്കുകയാണെങ്കിൽ പതിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവലി നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ 3 ബുക്സ് നിങ്ങൾ എടുത്ത് വെക്കുക. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്നതിനനുസരിച്ച് ഇക്വേഷൻസ് എല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കുക. കെമിസ്ട്രിയുടെ കേസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ബുക്കിൽ എഴുതാം. പിന്നെ ബയോളജിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ടേംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ നോട്ടിൽ എഴുതി വെക്കാം. കാരണം നമുക്ക് അവസാന സമയത്ത് 8 കണക്കിന് നോട്ട്സ് നമ്മുടെ കയ്യിൽ കാണും. ഇതെല്ലാം നമുക്ക് വായിച്ചെടുക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് അവസാന നിമിഷം ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ നോട്ട്ബുക്ക് ഒക്കെ ആയിരിക്കും. അതുകൊണ്ടിട്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ അത് നല്ല നീറ്റായിട്ട് വൃത്തിയോടുകൂടി എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു, NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം. അവിടെ നിന്ന് അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ തന്നെയാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ ബയോളജിന്റെ കേസിൽ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി ഓക്കെ, ബയോളജിന്റെ കേസിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. വേറെ ഒരു ഗൈഡോ അല്ലെങ്കിൽ വേറെ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. NCERT മാത്രം മതി. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എപ്പോഴും ബയോളജി പഠിക്കുന്നത് NCERT തന്നെ ആയിരിക്കണം. NCERT നമ്മൾ ലൈൻ ബൈ ലൈൻ ചെയ്യുക, വീണ്ടും വായിച്ച് പഠിക്കുക. നമുക്കിപ്പോൾ ഒരു പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മ നിൽക്കണമെന്നില്ല. നമ്മൾ വീണ്ടും വായിക്കുക. ചില ടേംസ് ഒക്കെ ഒത്തിരി പാടായിരിക്കും ഓർത്ത് വയ്ക്കാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ബയോളജിന്റെ കേസിൽ നിങ്ങൾ NCERT തന്നെ എത്രത്തോളം നിങ്ങൾ വായിക്കാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങൾ വീണ്ടും വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ സാറന്മാർ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അല്ലാതെ നമുക്ക് ഫുൾ NCERT മാത്രം മതി ബയോളജിന്റെ കേസിൽ. നമ്മളെ ടൈമിലൊക്കെയാണെങ്കിൽ നമുക്ക് അധികം അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ ചെറിയൊരു നോക്കിയന്റെ ഹാൻഡ്സെറ്റ് കൊണ്ടാണ് പോകുന്നത് അവിടെ. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുറെ ചേഞ്ച് ഒക്കെ വന്നു. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ ലേണിംഗ് ആപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ വീണ്ടും കാണാനും അപ്പോൾ കൂടുതൽ പഠിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ യൂസ് ചെയ്യാനും പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം യൂസ് ചെയ്താണ് നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സോഴ്സും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അത്രയും യൂസ് ചെയ്യുക. ഓരോ കാര്യങ്ങളും അവരുടെ മെറ്റീരിയൽസ് ആയാലും അവിടുത്തെ ക്ലാസ്സസ് ആയാലും നിങ്ങൾ അത്രയും പൈസ കൊടുത്തിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യവും മാക്സിമം എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ചേച്ചി എനിക്ക് +2 ഇത്ര മാർക്കേ ഉള്ളൂ, ഇത്ര പെർസെന്റേജേ ഉള്ളൂ, അപ്പൊ എനിക്ക് നീറ്റ് എക്സാം എഴുതാൻ പറ്റുമോ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ ഒരു കാര്യം പറയല്ലേ, +2 മാർക്ക് ഇത് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നിങ്ങൾ +2 മാർക്ക് എന്താണ്, നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ, ഒരു കോച്ചിങ് സെന്ററിൽ ഒരു അഡ്മിഷന്റെ ക്രൈറ്റീരിയക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇത് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ +2 മാർക്കിന്റെ ബേസിലൊന്നും അല്ല നീറ്റ് റിസൾട്ട് വരുന്നത്. അത് നിങ്ങൾ നീറ്റ് റിസൾട്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ +2 മാർക്ക് കുറയാനുള്ള കാരണം ഒന്നുകിൽ ചിലപ്പോൾ നിങ്ങൾ ഉഴപ്പി നടന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായിട്ടായിരിക്കും.
ആയിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ കാണാം. അതുകൊണ്ട് നിങ്ങൾക്ക് +2 മാർക്ക് കുറഞ്ഞെന്ന് കരുതി നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും ഇല്ല. അതും ഇതും തമ്മിൽ ബന്ധമില്ല. നിങ്ങൾ ഇനി എങ്ങനെ പഠിക്കുന്നു എന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നു, എത്ര സിൻസിയർ ആയിട്ട് നിൽക്കുന്നു, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു, നിങ്ങൾ അത്രത്തോളം നിങ്ങൾ എന്താണ് സിൻസിയർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതിലാണ് കാര്യം. കാരണം അവിടെ ചെന്നാൽ നമുക്ക് എല്ലാവർക്കും ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. എല്ലാ സ്റ്റുഡൻസിനും അവിടെ വരുന്ന 10,000-കണക്കിന് സ്റ്റുഡൻസിനും അവർ ഒരുപോലെയാണ് ക്ലാസ് എടുക്കുന്നത്, ഒരുപോലെയാണ് എക്സാം നടത്തുന്നത്. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി പഠിച്ച് പ്രോപ്പറായിട്ട് അതിന്റെ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ അവിടെ ചെന്ന് സിൻസിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ എങ്ങനെ മെന്റൽ ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ എത്ര സമയം പഠിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എത്ര റാങ്ക് കിട്ടി, അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. കാരണം അങ്ങനെയൊക്കെ ചെയ്യുന്നതോറും നമുക്ക് കൂടുതൽ എന്താണ് ടെൻഷൻ ആവേ ചെയ്യത്തുള്ളൂ. നമ്മൾ എത്രത്തോളം നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക അത്രയും നല്ലത്. ഒന്നാമത്തെ കാര്യം അവിടെ നല്ല കോമ്പറ്റീഷൻ ആണ്, എല്ലാവരും തമ്മിൽ നല്ല കോമ്പറ്റേറ്റീവ് മൈൻഡിലാണ് എല്ലാവരും ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ കൂടുതൽ കമ്പയർ ചെയ്യുന്നതോറും നമുക്ക് തന്നെ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും കൂടും. നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മുടെ കാര്യം മതി, നമ്മുടെ കാര്യം മാത്രം നോക്കി എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവുക. നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ പലരും നിങ്ങളുടെ ചുറ്റിലുണ്ടായിരിക്കും. ഇവനെ കൊണ്ടാണോ ഇതൊക്കെ, ഇതൊന്നും പറ്റത്തില്ല, വേറെ വല്ല കോഴ്സിനും പോകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ പലതും കാണും. നമ്മുടെ പുച്ഛിച്ചിട്ടുള്ളവർ പലരും കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇവർക്കൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ തളർന്ന് പിന്മാറുകയല്ല ചെയ്യേണ്ടത്. നമ്മളെ കളിയാക്കിയവരെ, നമ്മുടെ കുറ്റം പറഞ്ഞവരെ എല്ലാവരും നമ്മളെ മനസ്സിൽ വേണം. അപ്പൊ അവർക്കൊക്കെ നാളെ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ അത്രയും ബോൾഡായിട്ട്, നിങ്ങൾ അത്രയും കോൺഫിഡൻറ്റോടെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകുന്നത്. നാളൊരു സമയത്ത് വൈറ്റ് കോട്ട് സ്റ്റെഡ് വിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട മെഡിക്കൽ കോളേജിൽ എന്ത് ചെയ്യണം, നിൽക്കണം. നിങ്ങളുടെ പാരന്റ്സിന് അത്രയും പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പാരന്റ്സിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഉള്ളിൽ അത്രയും ആത്മാർത്ഥതയോട് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. അത് 100% ഉറപ്പാണ്. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ വേറെ ഒരു സംശയവും വേണ്ടത്, എനിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ള ചിന്ത വേണ്ട. എനിക്ക് പറ്റും എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പറയുക. ഹോസ്റ്റലിൽ പോകുമ്പോൾ ഒരു മിററും കൊണ്ടുപോകണം, ഒരുങ്ങാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, മിറർ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഫ്രീ ടൈം ഒക്കെ നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫോർട്ട് ഇട്ട് പഠിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത്രയും ഇമ്പ്രൂവ് ചെയ്യുക. എനിക്ക് നാളൊരു ഡോക്ടർ ആവണം, നല്ല നിലയിൽ എത്തണം, എൻ്റെ പാരന്റ്സിനെ എത്രയും പ്രൗഡ് ആക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് തന്നെ സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മനസ്സിൽ ആ ഒരു അത്രയും സ്ട്രോങ് ആവും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പഠിക്കാനുള്ള കൂടുതൽ ഒരു ആവേശം വരെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മിറർ നോക്കി സംസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ ശ്രമിക്കുക. മറ്റൊരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് ബുക്ക് നോക്കാതെ തന്നെ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ആൻസർ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായി കാണും. കാരണം ഇതിൽ പലതും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ടാണ് ഇതിൽ പലതും മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒന്നും അറിഞ്ഞൂടാതെ പോകുന്നതിനെക്കാട്ടി ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിട്ട് വേണം അവിടെ പോവാൻ. അപ്പോൾ പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മക്കളെ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ എല്ലാവരും അടുത്ത മാസം കോച്ചിങ്ങിന് പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ ഇപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാം സെറ്റാവും. ഒരു വർഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, അത്രയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ നല്ലൊരു മനസ്സോടുകൂടി പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ പോവുക. നെഗറ്റീവ് തോട്ട്സ് ഒന്നും വേണ്ട. അച്ഛനും അമ്മയ്ക്കും നമ്മൾ വേണം ധൈര്യം കൊടുക്കാൻ. നമ്മൾ അവരുടെ മുന്നിൽ എന്ത് ചെയ്യാൻ പാടില്ല, തളർന്ന് നിൽക്കാൻ പാടില്ല. ഞാൻ ഒരു വർഷം പോയി പഠിച്ച് ജയിച്ചിട്ട് വരും അച്ഛാ അമ്മ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ പുതിയ വിശേഷമായിട്ടൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.